നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. PF തുക പിൻവലിക്കാൻ ഇനി എന്തെളുപ്പം, കാർഡുമായി നേരെ ATM-ലേക്ക് ചെന്നാൽ മതി. പുതുവർഷം മുതൽ പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപത്തിൻ്റെ 40% വരെ ATM വഴി പിൻവലിക്കാം. ATM വഴി ഇനി PF തുകയും പിൻവലിച്ചാലോ? വളരെ ലളിതമായ പ്രക്രിയയിലൂടെ നമ്മുടെ PF തുക അടുത്തുള്ള ATM വഴി ലഭിക്കും. ഇത്തരം സേവനങ്ങൾ നൽകുന്നതിനായി തൊഴിൽ മന്ത്രാലയം IT സംവിധാനങ്ങൾ പരിഷ്കരിക്കുകയാണ്. തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു നീക്കം. പുതുവർഷം മുതൽ സംവിധാനം നടപ്പിലാക്കാനാണ് മന്ത്രാലയം ഒരുങ്ങുന്നത്. PF തുക ATM വഴി നേരിട്ട് പിൻവലിക്കാൻ PF അക്കൗണ്ട് ഉടമകൾക്ക് ATM കാർഡുകൾ നൽകും. ഇതുവഴി മാത്രമേ തുക പിൻവലിക്കാനാവൂ. പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപത്തിൻ്റെ 50% വരെ ATM വഴി പിൻവലിക്കാം. അതായത് മുഴുവൻ പിൻവലിക്കാൻ പറ്റില്ല. മാത്രമല്ല PF-ൽ നിക്ഷേപിക്കുന്ന തുകയുടെ പരിധിയും ഉയർത്തും. നിലവിലെ PF പിൻവലിക്കൽ നിയമങ്ങൾ: ആരോഗ്യ ചെലവുകൾ, വസ്തുവാങ്ങൽ, വിദ്യാഭ്യാസ ആവശ്യം എന്നിവയ്ക്കായിട്ട് PF നിക്ഷേപത്തിൽ നിന്ന് ഭാഗികമായിട്ട് പിൻവലിക്കാം. PF വരിക്കാരന് ജോലി നഷ്ടപ്പെട്ടാലും EPF-ലെ മുഴുവൻ തുകയും പിൻവലിക്കാം. ആദ്യ മാസം ജോലിയില്ലെങ്കിൽ 75%, രണ്ടാം മാസം ജോലിയില്ലെങ്കിൽ ബാക്കി 25% പിൻവലിക്കാം. PF വരിക്കാരന് ജോലി നഷ്ടപ്പെട്ടാലും EPF-ലെ മുഴുവൻ തുകയും പിൻവലിക്കാം. ആദ്യ മാസം ജോലിയില്ലെങ്കിൽ 75%, രണ്ടാം മാസം ജോലിയില്ലെങ്കിൽ ബാക്കി 25% എന്നിങ്ങനെയാണ് കണക്ക്. EPF വിഹിതം അടച്ച വരിക്കാരന് വിദ്യാഭ്യാസ വിഭാഗ ആവശ്യങ്ങൾക്കായി തൊഴിലുടമയുടെ വിഹിതത്തിൻ്റെ 50% വരെ പിൻവലിക്കാം. EPF വരിക്കാരനായി 5 വർഷം പൂർത്തിയായ വരിക്കാരന് ഒരു പുതിയ വീട് വാങ്ങുന്നതിന് നിർമ്മിക്കുന്നതിന് പണം പിൻവലിക്കാം. സ്ഥലം വാങ്ങുന്നതിന് പ്രതിമാസ ശമ്പളത്തിൻ്റെ 24 ഇരട്ടിയും വീട് നിർമ്മിക്കുന്നതിന് വാങ്ങുന്നതിന് 36 ഇരട്ടിയുമാണ് പിൻവലിക്കൽ പരിധി. 3 വർഷം പൂർത്തിയാക്കിയ വരിക്കാരന് ഭവന വായ്പയുടെ തിരിച്ചടവിന് തുക പിൻവലിക്കാം. അടച്ച തുകയുടെ 90% വരെ. 3 വർഷം പൂർത്തിയാക്കിയ വരിക്കാരന് ഭവന വായ്പയുടെ തിരിച്ചടവിന് തുക പിൻവലിക്കാം. അടച്ച തുകയുടെ 90% വരെ ലഭിക്കും. ആരോഗ്യ ചെലവുകൾക്ക് EPF അക്കൗണ്ടിലെ നിക്ഷേപവും പലിശയും സഹിതം ശമ്പളത്തിൻ്റെ 6 ഇരട്ടി വരെ പിൻവലിക്കാം. EPF-ൽ നിന്ന് 50,000 രൂപയിൽ കൂടുതൽ പിൻവലിച്ച സ്രോതസ്സിൽ നിന്നുള്ള നികുതി ഈടാക്കും. പണം ലഭിക്കാൻ എത്ര ദിവസമെടുക്കും? എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ പ്രകാരം 20 ദിവസമാണ് EPF ക്ലെയിം സൈറ്റിൽ നിന്ന് സെറ്റിൽ ചെയ്യാൻ ആവശ്യമായി വരുന്നത്. ക്ലെയിം സെറ്റിൽ ചെയ്താൽ EPF വരിക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് PF തുക എത്തും. സമയപരിധിക്കുള്ളിൽ പണം ലഭിച്ചില്ലെങ്കിൽ റീജിയണൽ PF കമ്മീഷണർക്ക് ഓൺലൈൻ വഴി അപേക്ഷ നൽകാം. ഓൺലൈനായി പണം പിൻവലിക്കാൻ മെമ്പർ ഇ-സേവ പോർട്ടലായ യൂണിഫീൽഡ് പോർട്ടൽ member.epfindia.gov.in എന്ന വെബ്സൈറ്റ് വഴിയും ഓഫ്ലൈനായും പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് EPF ഓഫീസിൽ നേരിട്ട് പോയും പിൻവലിക്കാം. കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഉമംഗ് ആപ്പ് വഴിയും EPF നിക്ഷേപം പിൻവലിക്കുവാനുള്ള സൗകര്യമുണ്ട്. നിലവിലെ PF പിൻവലിക്കൽ നിയമങ്ങൾ: ആരോഗ്യ ചെലവുകൾ, വസ്തു വാങ്ങൽ, വിദ്യാഭ്യാസ ആവശ്യം എന്നിവയ്ക്കായി EPF നിക്ഷേപത്തിൽ നിന്ന് ഭാഗികമായി പിൻവലിക്കാം. ഇക്കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.